എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ LPG ഗ്യാസ് സർവീസുമായി ബന്ധപ്പെട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രക്രിയകളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. LPG മസ്റ്ററിംഗ് ചെയ്യാൻ ഗ്യാസ് ഏജൻസിയിൽ പോകാൻ പലർക്കുമുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? ഒരുപാട് ഫോമുകൾ പൂരിപ്പിക്കേണ്ടി വരുമോ? ക്യൂവിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ പലർക്കുമുണ്ട്. പക്ഷേ ഇന്ന് നേരിട്ട് പോയി മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം ഒരു കാര്യം പറയാം. ഇത് നമ്മൾ പലരും കരുതുന്നതിലും വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. ഗ്യാസ് ഏജൻസിയിലെത്തിയാൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ ഗ്യാസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ പരിശോധിക്കും. അതിനുശേഷം ചെയ്യുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ലൈവ് ഫോട്ടോ എടുക്കും, അത്രമാത്രം. വലിയ ഫോമുകളോ ഒട്ടേറെ രേഖകളോ ഒന്നും ആവശ്യമില്ല. മുഴുവൻ നടപടിയും വളരെ വേഗത്തിൽ പൂർത്തിയായി. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ ആധാർ ഗ്യാസ് കണക്ഷനുമായി സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഇതോടൊപ്പം ചെയ്യേണ്ടി വരും. അതായത് മസ്റ്ററിങ്ങിനൊപ്പം ആധാർ സീഡിങ്ങും പൂർത്തിയാക്കണം. ആധാർ നേരത്തെ തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ളവർക്ക് സാധാരണയായി അധിക നടപടികൾ ആവശ്യമില്ല. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആധാർ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കൈവശം കരുതണം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഇതിന് എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്ന്. സാധാരണയായി LPG മസ്റ്ററിങ്ങിനോ ആധാർ സീഡിങ്ങിനോ പ്രത്യേക ഫീസ് ഈടാക്കുന്നില്ല. ആരെങ്കിലും ഇതിൻ്റെ പേരിൽ അനാവശ്യമായി പണം ആവശ്യപ്പെട്ടാൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിലോ എണ്ണ കമ്പനിയിലോ പരാതി അറിയിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര വേഗം അത് ചെയ്യുക. അവസാന ദിവസങ്ങളിൽ പോയാൽ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പോയി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തീർക്കാൻ സാധിക്കും. പോകുമ്പോൾ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പറഞ്ഞാലും മിക്ക ഏജൻസികളും നിങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിയും. എങ്കിലും സുരക്ഷിതത്വത്തിനായി കൺസ്യൂമർ കാർഡ് അല്ലെങ്കിൽ ഗ്യാസ് ബുക്ക് കൂടെയുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. അതിനാൽ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം, LPG മസ്റ്ററിംഗ് ചെയ്യാൻ പോകുമ്പോൾ കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകുക. അവർ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കും, ഒരു ലൈവ് ഫോട്ടോ എടുക്കും. ആധാർ സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ സീഡിങ്ങും പൂർത്തിയാക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. പലരും കരുതുന്നത് പോലെ സങ്കീർണമായ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇതിൽ ഇല്ല. ഒരുപക്ഷേ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിക്ക് മുൻപിലായി തന്നെ ഇത് മസ്റ്ററിംഗ് ചെയ്യുന്ന ആളുകൾ അവരുടെ ചെറിയ സ്റ്റാളിട്ട് അവിടെയായിരിക്കും അവരുണ്ടാകുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസിക്കുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതായി വരില്ല. മസ്റ്ററിംഗ് ചെയ്യാനായി 2-3 ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവരുടെ അടുക്കൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ കൺസ്യൂമർ നമ്പർ പറഞ്ഞാൽ മതി. മസ്റ്ററിംഗ് എന്നത് വളരെ നിർണായകമായി ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷേ നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ, ഇത്തവണ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ നിങ്ങളുടെ മുൻപോട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഗ്യാസ് ഫില്ലിംഗ് അടക്കം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സർക്കാർ അറിയിപ്പുകൾ, ഗ്യാസ് റേഷൻ, പെൻഷൻ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം വിവരങ്ങൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.